ആഹാ, അത് ശരി. ഡ്രൈവിംഗ് ലൈസൻസ് പോക്കറ്റിൽ വെച്ച് നടക്കുക. ഒരു കൊല്ലായോ? എന്താ വണ്ടി എടുക്കാത്ത? പേടിയോ? ആ, ഇത് പലർക്കും പറ്റുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതെന്താണെന്നറിയോ? ഇവരാദ്യമേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ തന്നെ പറയും, ഇത് എന്റെ ഗുണം കൊണ്ട് കിട്ടിയൊന്നല്ല, അത് അവർക്ക് അറിയാണ്ട് എന്തോ ആർ ടി ഒക്കാർക്ക് എന്തോ തെറ്റു പറ്റിപ്പോയതാണ്. ഇതിന് സൈക്കോളജിയിൽ എന്താ പറയുന്നത്? ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ വണ്ടി എടുത്തു പോയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഒരുപാട് ചിന്തകൾ അങ്ങ് വരും. അയ്യോ, ഇപ്പൊ ആക്സിഡന്റ് ആവും, എന്താ സംഭവിക്കുക എന്നുള്ളത്. ഭയങ്കര ഒരു കൊഗ്നിറ്റീവ് ഓവർലോഡ് വരും. അന്നേരം മൈൻഡ് അങ്ങ് ബ്ലാങ്ക് ആവും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല, ആക്സിൽ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു വെപ്രാളായിരിക്കും ആകെ. പിന്നെന്താന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഇവര് എല്ലാരും വിചാരിക്കുന്നത് എന്നെ തന്നെയാണോ നോക്കുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഞാൻ സൈഡാക്കിയ അങ്ങനെ ഇപ്പൊ അവരെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. ഇതൊരു സ്പോട്ട് ലൈറ്റിംഗ് ആണ്. ഇത് സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ് എന്നാ പറയാ. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു എന്ന് തോന്നുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം, ഒരു ഭയങ്കര എല്ലാത്തിനും ഇവർക്ക് പെർഫെക്ഷൻ ആവണം. അതായത് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യണം, പാർക്കിംഗ് കൃത്യമായിരിക്കണം, ഞാൻ റോഡൊക്കെ മറ്റു വാഹനങ്ങൾക്കൊക്കെ സൈഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം പെർഫെക്ഷൻ ആവണം എന്ന് വിചാരിക്കും. എന്നാ പെർഫെക്ഷൻ ആവുമെന്ന് വെച്ചാൽ അതൊട്ടില്ലതാനും. ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ഘട്ടത്തിലുണ്ടല്ലോ, വണ്ടി എടുക്കുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ സൈഡ് കൊടുക്കുന്ന വണ്ടി വരുന്ന അവിടെ വരുന്ന, ഇങ്ങനെയാണോ ചവിട്ടുന്നത്, ഇങ്ങനെയാണോ ചെയ്യുന്നത്, കൊടുക്ക് ബ്രേക്ക് കൊടുക്ക്, ഇങ്ങനെ പറഞ്ഞ് അവരെ പേടിപ്പിച്ചു കളയും. അപ്പൊ അതൊരു സോഷ്യൽ ആങ്സൈറ്റി ആയിട്ട് മാറും അവർക്ക്. അത് എപ്പോഴും ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ളിടത്തോളം കാലം വണ്ടി എടുക്കാനേ പറ്റില്ല. വണ്ടി എടുക്കാണ്ടായി കഴിഞ്ഞാൽ അത് കുറെ കാലം കഴിയുമ്പോൾ അങ്ങ് നിൽക്കുകയും ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടി എടുക്ക്. അപ്പൊ ഇനി വണ്ടി എടുക്കാൻ എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.